ഫ്രണ്ട്സ് എല്ലാവർക്കും വില്യം മണ്ടസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എങ്ങനെയാണ് എൻ്റെ വീഡിയോസിനൊക്കെ തമ്മിൽ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഏത് ആപ്പ് ഉപയോഗിച്ചാണ് തമ്മിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനൊക്കെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ തമ്മിൽസ് ഒക്കെ ഉപയോഗിക്കുന്ന ആപ്പ് പിക്സാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്പാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയാൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ എനിക്ക് എവിടെ നിന്നാണ് തമ്മിൽസ് ഉണ്ടാക്കാനുള്ള ഐഡിയാസ് ഒക്കെ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ ഞാൻ നമ്മുടെ ഇന്ന വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന് ഉറപ്പിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു തമ്മിൽ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യും. അഥവാ എൻ്റെ മനസ്സിലൊരു തമ്മിൽ ഇല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ല എങ്ങനെ തമ്മിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോകും, എന്നിട്ട് നമ്മുടെ ടോപ്പിക്ക് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യും. അപ്പോൾ കുറേ വീഡിയോസ് കാണുമല്ലോ, അങ്ങനെ 2-3 വീഡിയോയുടെ തമ്മിലിൻ്റെ ഐഡിയാസൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഞാൻ എൻ്റെ തമ്മിൽ ഉണ്ടാക്കും. അങ്ങനെയാണ് ഞാൻ തമ്മിൽസ് ഉണ്ടാക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഏത് തമ്മിലാണ് ഉണ്ടാക്കാൻ നോക്കുന്നതെന്ന് വെച്ചാൽ, ഈ വീഡിയോയുടെ ഹൗ ടു മേക്ക് തമ്മിൽസ്, ആ വീഡിയോയുടെ തമ്മിൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കും എന്നാണ് നിങ്ങളെ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. സോ നമുക്ക് ഫസ്റ്റ് പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം. പിക്സാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ പ്ലസ് ഐക്കൺ കാണും, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ പിക്ക് ക്യാൻവാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് ചൂസ് ചെയ്തിട്ട് 16:9 എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും, ഒരു ക്യാൻവാസ് കാണും, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ പർപ്പിൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആരോ. സോ അതിങ്ങനെ ഒരു ഇൻ്റർഫേസിൽ വരും. അവിടെ ഏറ്റവും താഴെ ഒരു ചെറിയൊരു സ്ക്വയറിൽ ഒരു ബ്ലാക്ക് കളറാണ്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ക്യാൻവാസിന് വേണ്ടുന്ന കളർ കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ബ്രൈറ്റ് ബ്ലൂ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ കളർ സെലക്ട് ചെയ്തിട്ട് ക്യാൻവാസിൽ പെയിൻ്റ് അടിക്കാം. അപ്പം ഈ ഒരു പെയിൻ്റ് അടിക്കൽ മാത്രമേ ഇവിടെ പണിയുള്ളൂ. ദെൻ വീണ്ടും ആരോ ഒന്ന് ക്ലിക്ക് ചെയ്യുക മണ്ടയിലെത്തത്, എന്നിട്ട് എഡിറ്റ് ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്യുക. സോ പുതിയതായിട്ട് ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത്. നമ്മൾ ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് ആഡ് ഇമേജസ് നിൽക്കുക. ഞാൻ എൻ്റെ പഴയ കുറച്ച് വീഡിയോസിൻ്റെ തമ്മിൽസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നിട്ട് അത് ഞാൻ അറേഞ്ച് ചെയ്യുക. സോ ഞാൻ പിക്ചറൊക്കെ അറേഞ്ച് ചെയ്തു. എന്നിട്ട് നമുക്കിനി ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് അവിടെ ടെക്സ്റ്റ് ടീയുടെ ഒരു ചെറിയൊരു ബോക്സ് ആണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പം ഹൗ ഡു ഐ മേക്ക് തമ്മിൽസ് എന്നുള്ളതാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റ്. സോ അവിടെ താഴെ പോയാൽ നിങ്ങൾക്ക് ഫോൺസും എല്ലാം മാറ്റാം. ഞാൻ മാറ്റുന്നില്ല, കാരണം എനിക്ക് ഈ ഒരു ഫോണ്ടാണ് ഈ ഒരു തമ്മിലിന് വേണ്ടുന്നത്. സോ ഞാൻ ജസ്റ്റ് എൻ്റെ കളറൊന്ന് മാറ്റുവാണ് എൻ്റെ ഫോണിൻ്റെ, കാരണം എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആയതുകൊണ്ട് തന്നെ കുറച്ച് എടുത്ത് നിൽക്കുന്ന കളറാണ്. സോ ഞാൻ റെഡ് ചൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ചാനലിൻ്റെ ലോഗോ കൊടുക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ലോഗോ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, വേറെ ആരും നമ്മുടെ തമ്മിലെടുത്ത് ഇടരുതല്ലോ. കാരണം യൂട്യൂബിൽ നിന്ന് വേറെ ആരും നമ്മുടെ തമ്മിലെടുത്ത് അവരുടെ തമ്മിലായിട്ട് ഇടരുത്. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൻ്റെ ലോഗോ കൊടുക്കുന്നത്. നിങ്ങൾ ലോഗോ കൊടുക്കുക. നെക്സ്റ്റ് ഞാൻ എൻ്റെ തമ്മിലിന് ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ബ്ലൂ ആയതുകൊണ്ട് തന്നെ ഞാൻ ബോർഡറും റെഡ് തന്നെയാണ് കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്കും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ചൊക്കെ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ സൂപ്പർ തമ്മിൽ ഉണ്ടാക്കാം. സോ ബൈ.